ഓം ശാന്തി. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ യാത്ര ഓട്ടം തന്നെ ഓട്ടാണ്. ആധുനിക ലോകത്ത് ആരോട് ചോദിച്ചാലും എന്തെന്ന് കാര്യം പറഞ്ഞു കൊടുത്താലും സമയമില്ല. എനിക്ക് ഓർമ്മ വരും, കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്തൊരു ബ്രദറെ വിളിച്ച് എന്നെ സംസാരിച്ചിരുന്നു. സിസ്റ്ററെ, എൻ്റെ ഒരു സുഹൃത്തിന് ബ്രഹ്മകുമാരിസിലേക്ക് വരണം, അവന് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഏതെങ്കിലും സെൻറ്റർ ഉണ്ടോ? അപ്പോൾ കൂട്ടത്തിൽ കൂടെ എന്നോട് പറയുകയാണ്, എനിക്കും പഠിക്കണം കേട്ടോ, പക്ഷേ ഇപ്പം എൻ്റെ അടുത്ത് സമയമില്ല, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വന്നോളാം. പലപ്പോഴും പല ആളുകളും കുറച്ച് സമയം മെഡിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി, കുറച്ച് സമയം നല്ല കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി, കുറച്ച് സമയം നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഉത്തരവേ ഉള്ളൂ, സമയമില്ല. എന്നാൽ ഈ ഓട്ടം എവിടേക്കാണ് ചെന്നെത്തുന്നതെന്ന് ചോദിച്ചാലോ നമുക്ക് ആർക്കൊട്ടും ഉത്തരവില്ല. ഇന്ന് അതിനെക്കുറിച്ചൊരു കൊച്ചു കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടതായിരിക്കുന്ന ഒരാൾ, അദ്ദേഹം ജീവിതത്തിൽ ധനം ആർജിക്കുക എന്നുള്ളതായിട്ടുള്ള ലക്ഷ്യവുമായിട്ട് കഠിനാധ്വാനിയായിരുന്നു. ഒരിക്കലും വേണ്ടാത്ത രീതിയിലൊന്നും പോയിട്ടില്ല അദ്ദേഹം. പക്ഷെ തൻ്റെ കഠിനാധ്വാനം കൊണ്ട് രാവും പകലും ഉണ്ണാൻ സമയം കണ്ടെത്തിയില്ല, ഉറങ്ങാൻ സമയം കണ്ടെത്തിയില്ല, തൻ്റെ കുടുംബത്തിൻ്റെ ഒപ്പം ചെലവഴിക്കാൻ സമയം കണ്ടെത്തിയില്ല. പൈസ ആവശ്യത്തിനുള്ള ധനം ഉണ്ടാക്കിയേ പറ്റൂ എന്നതായിട്ടുള്ള ആഗ്രഹവും വെച്ചുകൊണ്ട് അദ്ദേഹം രാവും പകലും അധ്വാനിച്ചു. അങ്ങനെ ഒരു 55 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും കുറേ കോടികളുടെ സമ്പാദ്യം അദ്ദേഹം നേടിക്കഴിഞ്ഞു. ജീവിതം ഇനിയൊക്കെ എനിക്ക് പതുക്കെ ജീവിക്കാൻ തുടങ്ങണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചൊരു ദിവസം, ഒരു പ്രഭാതത്തിൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ മൃത്യു വന്ന് നിൽക്കുകയാണ്. മൃത്യു അദ്ദേഹത്തിനോട് സംസാരിക്കുകയാണ്, ഇനി നിന്റെ സമയം ഇവിടെ അവസാനിക്കുകയായി, നമുക്ക് പോവാനുള്ള സമയമായി. അദ്ദേഹം ഉറക്കത്തിൽ പ്രഭാതത്തിൽ ആരംഭിക്കുന്ന സമയം, ഉണരാൻ പോകുന്നേക്കാൾ തൊട്ടു മുന്നുള്ള സ്വപ്നം, ഉറക്കത്തിൽ ഞെട്ടി എണീറ്റ് പറയുകയാണ്, അയ്യോ അതെങ്ങനെ പറ്റും, ഇത്ര കാലം എനിക്ക് പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമായിരുന്നു. ആ ലക്ഷ്യം ആർജിച്ച് കഴിഞ്ഞ ശേഷം 55 വയസ്സല്ലേ ആയിട്ടുള്ളൂ, മരിക്കാൻ എവിടെ എനിക്ക് സമയമായിട്ടുണ്ട്, എനിക്ക് ഇനി വേണം എൻ്റെ ജീവിതത്തിൽ ആസ്വദിക്കാൻ എന്ന് പറയുകയാണ്. അപ്പം മൃത്യു പറയും, നിന്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്, നിനക്ക് വന്നേ പറ്റൂ. അപ്പോൾ അദ്ദേഹം ആലോചിച്ചിട്ട് പറയും, ഞാൻ ഇന്ന് വരെ സ്വസ്ഥമായിട്ട് എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ നിന്ന് ആഹാരം കഴിച്ചില്ല, എൻ്റെ ഫാമിലിക്ക് ഞാൻ സമയം കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ എനിക്ക് പറ്റിയിട്ടില്ല. എൻ്റെ മക്കളുടെ ബാല്യം ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ മക്കളുടെ ബാല്യം കണ്ട് ആസ്വദിക്കും ഞാൻ നിശ്ചയിച്ചു വെച്ചതാണ്. ഇങ്ങനെ എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതാ ഇവിടെ കിടക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ. എന്നെ തിരിച്ചു പോകണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിളിച്ചാൽ എനിക്ക് വരാനുള്ള സമയമായിട്ടില്ല. അപ്പോൾ വീണ്ടും മൃത്യു പറയും, ഈ കാര്യത്തിൽ മാത്രം ആർക്കും വിട്ടുവീഴ്ചയില്ല, നിന്റെ സമയമായ നിനക്ക് പോന്നേ പറ്റൂ. അപ്പോൾ അദ്ദേഹം ഒരു മിനിറ്റ് ആലോചിച്ചിട്ട് പറയണം, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരുപാട് കോടികളുടെ സമ്പാദ്യം നേടിക്കഴിഞ്ഞിരിക്കുന്നു, ഞാൻ എൻ്റെ സമ്പാദ്യത്തിൻ്റെ പകുതി നിനക്ക് തന്നേക്കാം, ഒരു മാസ സമയം ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി തരാൻ പറയുകയാണ്. അപ്പോൾ മൃത്യു ചിരിച്ചുകൊണ്ട് പറയും, എനിക്ക് പകുതി സമ്പാദ്യത്തിൻ്റെ ആവശ്യമില്ല, നിന്നെ കൊണ്ടുപോകുക എന്നുള്ളത് എൻ്റെ ദൗത്യമാണ്, ഞാൻ കൊണ്ടുപോയിരിക്കും. വീണ്ടും അദ്ദേഹം ഒന്നും കൂടെ ആലോചിച്ചിട്ട് പറയുകയാണ്, ഇനി പകുതിയായിട്ട് കുറഞ്ഞിട്ടാണോ നിനക്ക് വിഷമം, 90% ഞാൻ നിനക്ക് തരാം, ആ 10% കൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടം പോലെ ജീവിക്കാനുള്ള പൈസയുണ്ട്, അതുകൊണ്ട് ആ പൈസയൊക്കെ നീ എടുത്തോ, എനിക്ക് ഒരു മാസം സമയം അലോട്ട് ചെയ്യാൻ പറയും. അപ്പോൾ പിന്നെയും മൃത്യു ചിരിച്ചുകൊണ്ട് പറയും, എനിക്ക് ധനത്തിൻ്റെ ആവശ്യമില്ല, എനിക്ക് നിന്നെ കൊണ്ടുപോവുക എന്നുള്ള ദൗത്യം അത് ഞാൻ നിർവഹിച്ചിരിക്കുന്നു പറയുകയാണ്. അപ്പോൾ അയാൾ പറയും, അത് പോട്ടെ, എന്നാൽ ഒരു മാസമൊക്കെ നിനക്ക് കഷ്ടമാണെങ്കിൽ എൻ്റെ പൈസ മുഴുവൻ നീ എടുത്തോ, എന്നാലും എൻ്റെ മക്കളൊക്കെ ഇപ്പോൾ സമ്പാദിക്കാൻ തുടങ്ങി സുഖമായിട്ട് എനിക്ക് ജീവിക്കാനൊക്കെ പറ്റും, ഒരു ദിവസം ഞാൻ എൻ്റെ ഫാമിലിക്കൊപ്പം ഇരുന്ന് സന്തോഷിച്ച് ആഹാരമൊക്കെ കഴിച്ച് എല്ലാവരോടും ഒന്ന് യാത്ര പറയട്ടെ, എന്നിട്ട് പോവാമെന്ന് പറയുകയാണ്. അപ്പോൾ മൃത്യു പറയും, ഒരു മിനിറ്റ് പോയിട്ട് ഒരു നിമിഷം പോലും എനിക്ക് നിനക്ക് തരാനില്ല, നമുക്ക് യാത്ര പുറപ്പെടേണ്ടതായിട്ടുള്ള സമയമായി എന്ന്. ഈ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിതൊരാളുടെ മാത്രം കഥയല്ല പറയുന്നത്, എത്രയോ പേരായിരിക്കും ഇത്തരത്തിൽ ജീവിതത്തിലെ യാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു ബാലൻസിങ് നമുക്ക് ആവശ്യമാണ്. തീർച്ചയായിട്ടും നമുക്ക് ലക്ഷ്യം വേണം, ലക്ഷ്യത്തിലേക്കുള്ള യാത്ര നിരന്തരം നമ്മൾ ചെയ്തേ പറ്റൂ. ലക്ഷ്യത്തിലേക്ക് ഉണ്ണാതെ ഉറങ്ങാതെ യാത്ര ചെയ്യാൻ നിങ്ങൾ ഒരുപാട് വീഡിയോസിൽ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്ത ആളാണ് ഞാൻ. പക്ഷെ ഞാൻ പറയുമ്പോൾ ഒരിക്കൽ കൂടെ എടുത്ത് പറയുകയാണ്, ഉണ്ണാതെ ഉറങ്ങാതെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്തും നമ്മുടെ ദിനചര്യ സെറ്റ് ചെയ്യുകയും നമുക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ ഒപ്പം നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി ഒരു ദിവസത്തിൽ എൻ്റെ സമയം ഞാൻ എങ്ങനെയൊക്കെ വാല്യുബിളായിട്ട് ഉപയോഗിക്കണം എന്നതുകൂടി നമ്മൾ
നിശ്ചയിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒരു ലക്ഷ്യം എന്ന ലക്ഷ്യത്തിലേക്ക് രാവും പകലും നമ്മൾ സമർപ്പണമാവുമ്പോഴും അതിലും കുറച്ച് സമയം നമുക്ക് സ്വയം ഉണ്ണാന്, ഉറങ്ങാന്, അല്ലെങ്കിൽ ഒരു നേരമെങ്കിലും ആഹാരം കഴിക്കുമ്പോൾ ഇന്നത്തെ ഈ ആധുനിക ലോകത്ത് കാണുന്ന ഒരു വലിയ ശാപം എന്ന് ഞാൻ പറയും. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഫോൺ വരുന്നുണ്ടാവുക. ഈ ആഹാരം വായിലേക്ക് പോകുന്നുണ്ടാവും, സംസാരിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. ഒരുപക്ഷെ നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ സഹോദരി വീട്ടിൽ ആഹാരം ഉണ്ടാക്കുന്ന നിങ്ങളുടെ വൈഫ് ആരാണെങ്കിൽ ആഹാരം ഉണ്ടാക്കുമ്പോൾ അവർ ടേസ്റ്റി ആയിട്ട് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വെച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട്. അത് കഴിക്കുമ്പോൾ ഉണ്ടാക്കി തരുന്ന ആളുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും. നിങ്ങളത് കഴിക്കുന്ന സമയത്ത് അത് കഴിച്ചിട്ട് ഒരു വാക്കിൽ അപ്രീസിയേഷൻ, ഓ നന്നായിട്ടുണ്ട്, പോട്ടെ പറഞ്ഞില്ലെങ്കിൽ പോലും സന്തോഷമായിട്ട് നിങ്ങളത് കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഓ അവർക്കത് ഇഷ്ടപ്പെട്ടു എന്ന്. അങ്ങനെ ഒന്ന് കാണുക എന്നുള്ളത് അവരുടെ റൈറ്റാണ്. പക്ഷെ ആ സമയത്തും അത് ഫോൺ കയ്യിൽ വെച്ചിട്ട് തിരക്ക് പിടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. എന്താ ഉള്ളിലേക്ക് പോയെന്ന് ചോദിച്ചാൽ ആരറിയുന്നു, കഴിച്ചു പറഞ്ഞു എഴുന്നേറ്റ് നമ്മളങ്ങ് പോവും. ആ ഒരു ഫാമിലിയിലെ വാംത്ത് അവിടെ ഷെയറിങ് നടക്കുകയില്ല. അവിടെ നിങ്ങൾക്ക് സന്തോഷത്തോടെ ആഹാരം കിട്ടാനുള്ളതായിരിക്കുന്ന ആ പുണ്യത്തെ നിങ്ങൾ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിൽ അന്യോന്യം ആ ഒരൊറ്റ അരമണിക്കൂർ സമയം അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് സമയം നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ഒന്നിച്ച് സ്നേഹത്തോടു കൂടി അന്യോന്യം ആ എടുത്തും കൊടുത്തും ആ രുചിച്ചും ആഹാരം കഴിച്ചും അല്ലെങ്കിൽ ഈശ്വരൻ്റെ ഓർമ്മയിലൊപ്പം മിക്സ് ചെയ്തുകൊണ്ട് നല്ല മൊമെൻറ്റ്സിലേക്ക് മാറ്റേണ്ട ഒരു 15 മിനിറ്റ്സിന് നമ്മൾ ബിസിയാണ് എന്നെൻ്റെ മനസ്സ് ബിസിയാക്കി വെച്ചതുകൊണ്ട് ആഹാരം കഴിക്കുമ്പോൾ പോലും ഞാൻ ഫോണിൽ മറ്റുള്ളവർക്കൊപ്പം ഇരുന്നു എൻ്റെ ഫാമിലിക്കൊപ്പം സമയം കണ്ടെത്തിയില്ല. പറയുമ്പോൾ എന്താ പറയുക, അർജൻറ്റ് കോളാണ്, അതുകൊണ്ട് നിവൃത്തിയൊന്നുമില്ല, ആഹാരം എന്നും കഴിക്കുന്നതാണ് എന്നിതൊക്കെ തന്നെയാണ് അവസ്ഥ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ കുറച്ച് സമയം മെഡിറ്റേറ്റ് ചെയ്യാനിരിക്കുമ്പോൾ, മെഡിറ്റേഷൻ തുടങ്ങുമ്പോഴത്തേക്കും ആരെങ്കിലും വിളിക്കും, എന്താ ചെയ്യുക എന്നൊക്കെ എന്നോട് പലരും ചോദിക്കും. ഫോണിന് ഒരു ഓപ്ഷനും കൂടി ഉണ്ട്, സൈലൻ്റ് ആക്കുക എന്നുള്ളത്. ഫോൺ ഉണ്ടാക്കിയവർക്ക് ബുദ്ധിയുണ്ട്, കുറച്ച് സമയം സൈലൻ്റ് ആയാൽ കുഴപ്പമില്ല എന്ന്. നമ്മൾ സ്വയം ശാന്തസ്വരൂപമായ നമ്മളത് ചിന്തിക്കുന്നില്ല. കുറച്ച് സമയം എനിക്ക് സൈലൻസ് ആയിട്ട് ഒന്നും സംഭവിക്കാനില്ലേ ഭൂമിയിൽ. ഏറ്റവും അധികം പ്രോബ്ലംസ് നിങ്ങളെ വന്ന് കുരുക്കുകയാണെങ്കിൽ ചെയ്യേണ്ട നമ്പർ 1 മെത്തേഡ് എന്താണെന്നറിയോ? എല്ലാം അവിടെ ഇട്ടിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് ഡീപ്പ് സൈലൻസ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്ക്. നമ്മുടെ മനസ്സിന് തന്നെ ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ വരും. പക്ഷേ പ്രോബ്ലം വരുമ്പോൾ മാത്രം ഇരിക്കാൻ നോക്കിയാൽ അത് നിങ്ങളെ കൊണ്ട് സാധ്യമല്ല. ദിവസവും അഭ്യസിക്കൂ കുറച്ച് സമയം. ആ 15 മിനിറ്റ്സ് അതിനൊരു തിരക്കുമില്ല, അല്ലെങ്കിൽ 15 to half an hour സാധിക്കുമെങ്കിൽ ദ ബെസ്റ്റ്. നിങ്ങൾ തീർച്ചയായിട്ടും ആ ഡീപ്പ് സൈലൻസിൻ്റെ, ഡെഡ് സൈലൻസിൻ്റെ അനുഭൂതി നിങ്ങൾ ചെയ്തു നോക്ക്. ആ അനുഭൂതി നിങ്ങളുടെ ശക്തിനെ എത്ര മടങ്ങാണ് ഡെവലപ്പ് ചെയ്യാത്തതിനുള്ള യാതൊരു സംശയവുമില്ല. ഇങ്ങനെ ജീവിതത്തിൽ നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് വേണ്ടി നമ്മൾ ഗോൾ ഉണ്ടാക്കണം, അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം, അതിനുവേണ്ടി മൂവ് ചെയ്യണം, രാത്രി നമ്മൾ ചെക്ക് ചെയ്യണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ചക്രത്തെ മുന്നോട്ട് തിരിക്കാനുള്ള ഘടകമാണ്. പക്ഷെ ചക്രം തിരിയുന്ന സമയത്ത് അതിനുള്ളിൽ ഗ്രീസ് ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, അതെവിടെയെങ്കിലും നിന്നു പോവും. ആ ഗ്രീസുകൾ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. അതുകൊണ്ട് അവസാനം എല്ലാം നേടിയിട്ട് ഞാൻ എൻ്റെ ജീവിതം ആസ്വദിക്കാം എന്ന് നിശ്ചയിക്കുന്നവർ അത് പരമ വിഡ്ഢിത്തരമാണ്. അവസാനം ഒരു ദിവസം നിങ്ങളെ കൊണ്ടുപോകാൻ വരുമ്പോൾ ധനം ആരെങ്കിലുമൊക്കെ ഉപയോഗിക്കും, നിങ്ങൾ ധനവും ഉപയോഗിക്കില്ല, സമയവും ഉപയോഗിക്കില്ല, ജീവിതവും ഉപയോഗിക്കില്ല. അതുകൊണ്ട് സ്വയം അവനവന് വേണ്ടി കുറച്ച് സമയം നമ്മൾ നിർബന്ധമായിട്ട് ചെലവഴിക്കണം. കുറച്ച് സമയം മെഡിറ്റേറ്റ് ചെയ്യാൻ. പിന്നെ ഞാൻ കണ്ടെടുത്തോളം മെഡിറ്റേഷന് വേണ്ടി സ്വയം അവനവനെ എംപവർ ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം ഉപയോഗിക്കാൻ പറയുമ്പോൾ എൻ്റെ അടുത്ത് സമയമില്ല എന്ന് പറയുന്ന ആൾക്കാർ 10 വർഷം ശേഷം ഞാൻ അവരെ കാണുമ്പോഴും അവരുടെ സെയിം സ്റ്റേജിൽ അവിടെ തന്നെ കിടന്ന് ചക്രം ചവിട്ടുകയാണ്. അതേസമയം കുറച്ച് സമയം അവനവന് വേണ്ടി ഉപയോഗിക്കുന്നവർ, മെഡിറ്റേറ്റ് ചെയ്യുന്നവർ, പഠിക്കുന്നവർ ആ 10 വർഷം കഴിയുമ്പോൾ എത്രയോ ഹൈറ്റ്സിലെത്തുന്നത് കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ മൂർച്ച വെപ്പിക്കേണ്ടത്, അതിനുവേണ്ടി കുറച്ച് സമയം കണ്ടെത്തേണ്ടത്, ജീവിതത്തെ ആസ്വദിക്കേണ്ടതും അനിവാര്യമാണ്. ഒരു ബാലൻസ്ഡ് ലൈഫ്, അതിനുവേണ്ടി നമ്മുടെ ബുദ്ധിയെ പ്രോപ്പറായിട്ട് രീതിയിൽ നമ്മൾ ഉപയോഗിക്കണം, മുന്നോട്ട് പോകാൻ വേണം. ഒരു കാര്യം ഒരിക്കലും മറക്കരുത്, ധനം കൊണ്ട് സമയത്തെ വാങ്ങാൻ പറ്റില്ല, സമയമുണ്ടെങ്കിൽ നമുക്ക് ധനത്തിന് ഉണ്ടാക്കാം. ഓരോന്നിനും അതിൻ്റെ ഈക്വൽ ആയിട്ടുള്ള ഡ്യൂ റെസ്പെക്റ്റിൽ വാല്യൂ കൊടുത്തുകൊണ്ട് ജീവിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.